Hello guys. നെറ്റ്വർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ചെറിയ ട്രബിൾ ഉണ്ട്. ഹായ്, താനൂരിൽ ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ഒരു സിനാരിയോ ഉണ്ട്. ഇടൂ. ഒരു കുഞ്ഞിനെ 3 ദിവസം മാത്രം പ്രായമായ കുട്ടീനെ കൊന്ന് കുഴിച്ചു മുടിവിക്കുന്ന അമ്മയും കുടുംബാംഗങ്ങളും. അമ്മയാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ ഒരു വിഷയത്തിൽ അമ്മയേക്കാൾ ഇങ്ങനത്തെ ട്രാൻസ്മിഷൻ ഈസ് എൻ ഇഷ്യൂ. വൈ ട്രാൻസ്മിഷൻ ഈസ് ആൻ ഇഷ്യൂ? അമ്മയെ മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. ഹായ് അലക്സ് മാത്യു. ഇതിൽ ഞാൻ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് സത്യത്തിൽ വേറെ ഒരു ടേമാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോയുടെ കമൻസിൻ്റെ താഴെ മുഴുക്ക ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സത്യത്തിൻ്റെ ഇതിനകത്തേക്ക് കൂടുതൽ വെളിച്ചം കൊണ്ടുവന്നിട്ട് കൊടുത്തത്. എൻ്റെ കാരണമായിട്ട് പുള്ളി പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവരെ റിട്ടേൺ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ഹായ് വസന്തകുമാരി. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴി പുള്ളിക്കാരനോട് തന്നെ അവർ ചോദിക്കുന്നുണ്ട്, ഈ കുട്ടീനെ എനിക്ക് വേണ്ട, എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന്. സോ കുഞ്ഞിനെ കൊല്ലാതെ ഉപേക്ഷിക്കാനായിട്ട് അവർ ഒരുപാട് മാർഗം അന്വേഷിച്ചിരുന്നിരിക്കും. വേറെ നിവർത്തിയില്ലാത്തപ്പോൾ ഞാനത് ന്യായീകരിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ ഹാപ്പൺ ഈസ് ഹാപ്പൺ. ഓക്കെ, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എന്നെ കിട്ടുന്നുണ്ടല്ലോ നോക്കട്ടെ. പക്ഷേ ആ ഓട്ടോറിക്ഷക്കാരനെ പറ്റി ഭയങ്കരമായിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. ഒരു പക്ഷേ അയാൾ കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ അയാളെ കൊണ്ട്, എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. പക്ഷേ സീരിയസ്ലി അയാളാണ് കുറച്ചുകൂടെ ഇതിന് മോട്ടീവ് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഹായ് ജയരാജ്. അതായത് വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വിഷയമാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷോ യു ദാറ്റ് മാറ്റർ. സെൻറ്റി ഡയലോഗ് അടിച്ചാൽ ആ വില്യമ്മ പറയും, മോനെ ഇത് ആരോട് പറഞ്ഞിട്ടോ, നമ്മൾ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, മക്കളെ പോറ്റാൻ പറ്റാത്തൊരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്, പിന്നെ ഇത് ആരോട് പറയാൻ മറന്നു, ഞാൻ ആരോടും പാടില്ല. അങ്ങനെ എൻ്റെ പെങ്ങളോടും എൻ്റെ ഇവരോടും മറ്റേ പാർട്ടി സഖാവ് മുജീഖാനി പിന്നെ ബാബട്ടൊക്കെ അറിയിച്ചു. പിന്നെ നമ്മൾ വേണ്ട നിലപടി ചെയ്യാൻ ജീവൻ നമുക്ക് എന്താ ചെയ്യാൻ ഇവരൊക്കെ പറഞ്ഞു. ആ വല്യമ്മ പറഞ്ഞ ആരോടും പറയില്ലെന്ന്. ഇക്കാക്ക പോയി പെങ്ങളടുത്തും ബാക്കിയുള്ളവരടുത്തും അവിടെയുള്ള പ്രസിഡന്റ് അടുത്തും സെക്രട്ടറിയുടെ അടുത്ത് എന്ന് വേണ്ട സർവരടുത്തും ഒന്ന് പറഞ്ഞു. അല്ല, അത് പറയണം, പറഞ്ഞത് തെറ്റെന്നല്ല ഞാൻ പറയണം. പുള്ളി ഇടപെട്ടത് നന്നായി, എല്ലാവരോടും ഇൻഫർമേഷൻ കൊടുത്തത് നന്നായി. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മരണം നടന്നത് നമുക്കെല്ലാം അറിയാൻ പറ്റി. അതൊരു കൊലപാതകമാണ്. സ്വന്തം കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. 3 പെൺമക്കളുണ്ട് അവർക്ക് ഓൾറെഡി. 4ാമത്തെ കുട്ടിയാണ്, ആൺകുഞ്ഞായിരുന്നു. ഈ കുട്ടീനെ അവർ കൊന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാരണമായി അവർ പറയുന്നത് ഭർത്താവ് ചെലവിന് കൊടുക്കത്തില്ല, നോക്കത്തില്ല. കടപ്പുറം സൈഡാണ്. ഭർത്താവും കൂടെ ചിലവിന് കൊടുക്കാതിരുന്നാൽ പിന്നെ അവരെങ്ങനെ ഈ 3 പെൺമക്കളെ തന്നെ കൊണ്ടു നടക്കാൻ വയ്യ, പിന്നെ 4ാമത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുപാട് ഹായ് ചാന്തമാർ ടീച്ചർ, ഒരുപാട് കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും എനിക്ക് ഈ ഡ്രൈവർ കിട്ടുന്നു കൊടുക്കാനാണ് തോന്നിയത്. കാരണം ഡ്രൈവറുടെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇവിടെ അമ്മത്തൊട്ടിലുണ്ട് കേട്ടോ, നമുക്ക് അമ്മത്തൊട്ടിലുണ്ട്. മീൻസ് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ അനാഥാശ്രമങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ക്രൈസ്തവ വിശ്വാസികളാണ്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാം. ഹിന്ദുമത വിശ്വാസത്തിലുമുണ്ട്. ഇതൊന്നും പോരാതെ ഓർഫനേജ് മുസ്ലിങ്ങൾക്കുണ്ട്. കടുവപ്പള്ളിയിൽ അങ്ങനെയാണ്, കുട്ടികളുടെ അടുത്ത് നോക്കും. പക്ഷേ അതിലേക്കൊന്നും പോകാതെ അതും ആൺകുട്ടിയാണ്, അവർക്ക് തീർച്ചയായിട്ടും എടുക്കും. പെൺകൊച്ചുങ്ങൾക്കാണ് ഈ മുസ്ലിങ്ങൾക്കിടയിൽ അനാഥകളെ എന്നെടുക്കുന്ന ഒരു ടേം ഇല്ലാത്തത് പെൺകുട്ടികൾക്കാണ്. അവർക്ക് പേരൻസ് ഉണ്ടാവണം, അല്ലാത്ത അനാഥകൾ അവരെടുക്കൂല. മറ്റിടത്ത് അങ്ങനെയല്ല, എല്ലാ കുട്ടികളെയും എടുക്കും. ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മനസ്സോടെ അറിഞ്ഞ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. ഒളിച്ചുകൊണ്ടിട്ടും കൊടുക്കണ്ട. അമ്മത്തൊട്ടിലുകളുണ്ട്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കേണ്ട, ഉപേക്ഷിക്കേണ്ട, നിങ്ങൾക്ക് അവിടെ കൊണ്ടിട്ടു. അത് വിജിലൻ്റ് ആകണം. ഇനി അറിഞ്ഞുകൂടെങ്കിൽ പൊത്തിക്കൊണ്ട് മിണ്ടാതിരിക്കണം. ഇയാൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അതാണ് അയണി. പ്രായമുള്ള കുഞ്ഞിനെ കുഴിച്ച കടലിൽ കണ്ടെത്തിയ സംഭവത്തിൽ
ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ശേഷം ഡിസ്ചാർജ് ആയി അവിടെ താനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ കാര്യം പോലീസിനെ അറിയിക്കുകയോ? ഇതിപ്പോ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ അവർ കയറി ഡിസ്ചാർജ് കയറി സാധാരണ അമ്മയും കുഞ്ഞാകുമ്പോൾ അവർക്ക് സർക്കാർ വണ്ടി കൊടുക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തല്ലേ, അമ്മയും കുഞ്ഞല്ലേ, നിങ്ങൾക്ക് സർക്കാർ വണ്ടി തരില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, പിന്നെ ഞങ്ങളടുത്ത് പിന്നെ കാർ വിളിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി, ഞങ്ങൾക്ക് താനൂരൊക്കെ പോകേണ്ടതാണ്. അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഒരേ കയറ്റി ഞാൻ പോയിക്കൊണ്ട് കുറച്ച് മക്കൾ നമ്മുടെ പോയി പറഞ്ഞു, പിന്നെ മോനെ നമ്മൾ കാര്യം പറയണ്ട, എന്താ കാര്യം പറഞ്ഞു, ഈ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, ഈ കുഞ്ഞ് നമുക്ക് പിന്നെ അനാഥാലയത്തിൽ ആർക്കിരിക്കാറുന്ന ആ കുഞ്ഞിനെ ഇയാൾക്ക് രക്ഷിക്കാമായിരുന്നു. ഇതിൻ്റെ താഴെ വന്ന കമൻസ് വേണം കാണാൻ. അതാ ഞാൻ പറഞ്ഞ ഗാലറിക്ക് വരാന്താണോ എന്തോ. ഇയാളൊരു നല്ല വ്യക്തിയാണ്, ഇയാൾ കാരണം അറിഞ്ഞു. അതെ, ഒരു കൊലപാതകയെ കിട്ടാൻ ഇയാൾ പ്രയോജനം ചെയ്തു. ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ ചെയ്യാൻ പറ്റൂല, നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്താ സംഭവിച്ചത്, നമുക്ക് മക്കൾ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അപ്പോൾ ആ കുഞ്ഞ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ആദ്യം ഓർമ്മയില്ലെന്ന് വെച്ചു. അപ്പോൾ അത് ആദ്യം ഓർമ്മയില്ല. ഇപ്പോൾ 4 മാസവും പിന്നെ മൂത്രക്കരയാണ്, അതുകൊണ്ട് പിന്നെ വിവരം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ ആദ്യം അബോർഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും പിന്നെ 3 പെൺകുട്ടികൾ നിങ്ങൾക്ക്, ഇത് 4ാമത്തെ ഒരു ആൺകുട്ടിയല്ലേ, ഇത് നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും, നിങ്ങളതിനെ പോറ്റിക്കോളി അറിയും. അപ്പോൾ അവർ പറഞ്ഞ് അത് പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്, കെട്ടിയ ആൾ നോക്കുന്നില്ല, അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ ആളാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നമ്മൾ. അപ്പോൾ അത് പോറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു പണി ചെയ്യാം, നിങ്ങളെ നമ്പർ തരി, നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം, നിങ്ങളെ നമ്പർ ചെയ്തപ്പോൾ ഒരു നമ്പർ നിങ്ങൾ വണ്ടി ഓൺലൈൻ ചെയ്യണം, നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതാർക്കെങ്കിലും നമ്മൾ പോണ വയ്ക്ക് ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രസവിക്കാൻ വന്നല്ലേ, അപ്പോൾ നിങ്ങൾ അയൽവാസികൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഗർഭിണിയായി വന്ന്. അപ്പോൾ ആ വലിയ പറയാണ് പിന്നെ മരിച്ചു പോയിട്ട് പറയേണ്ടി വരും, അല്ല അപ്പോൾ എന്ത് ചെയ്യൂ, നമ്മളെ അവസ്ഥ അതായി പോയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഘടന ഇത് ഇങ്ങനെ ഒരു പൈതലെ പറ്റി 3 ആൾ പറയുന്നത്, ആ 3 ആൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല. അപ്പോൾ അനിറ്റി പറ്റി പറഞ്ഞു, ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മുസ്ലിമായ, അപ്പോൾ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രസവിക്കാൻ വന്നല്ലേ, അപ്പോൾ നിങ്ങൾ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഗർഭിണിയായി വന്ന്. അപ്പോൾ ആ വല്യമ്മ പറയാണ് പിന്നെ മരിച്ചു പോയി എന്നിട്ട് പറയേണ്ടി വരും, അല്ല അപ്പോൾ എന്ത് ചെയ്യൂ, നമ്മളെ അവസ്ഥ അതായി പോയില്ലെന്നാണ്. അപ്പോൾ എനിക്ക് സങ്കടമായി. അവരെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പൈതലിനെ പറ്റി ആ 3 ആൾ ഒരേ മാതിരിയാണ് പറയുന്നത്. ആ 3 ആളും ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല. അപ്പോൾ ആ നീറ്റിക്കുട്ടി പറഞ്ഞു നമ്മളൊരു പണി നമുക്ക് ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു നോക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മുസ്ലിം ആയല്ലോ ആളല്ലേ, കാരണം ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇസ്ലാമിനെ പറഞ്ഞപ്പോൾ നമ്മൾ മതപരമായിട്ട് പറഞ്ഞു കൊടുത്താൽ. നീ എന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എടാ, ആ കുഞ്ഞിൻ്റെ മരണകാരണം നീ ഒരുത്തനാ, സാത്താൻ്റെ സന്തതിയാ നീ. ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ കൊച്ച് ജീവിക്കൂലായിരുന്നു അവിടെ നാറി. നീ ഒരുത്തനാണ് ആ കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം. പകച്ച് പണ്ടാരടങ്ങുന്ന 3 പെണ്ണുങ്ങൾ നിന്നോട് സപ്പോർട്ടാണ് ചോദിച്ചത്. എന്നിട്ട് ഇവന് വന്ന കമൻസ് വേണം കാണാൻ, നിങ്ങളത് കണ്ടു നോക്കുക. കമൻസ് കണ്ടോ, ഇത്രയും പൊട്ടം അത് മീഡിയ ഉന്നത്ത് വന്നതല്ലയോ കമൻസിൻ്റെ ഒരു നല്ല മനുഷ്യൻ. അയാളുടെ പരിമിതമായ അറിവ് വെച്ച്, അയാളെ പരിമിതമായ അറിവാണ് ആ കുട്ടീനെ കൊണ്ടുപോയി അങ്ങനെ ഇട്ടത്. നന്മയുടെ ഓട്ടോക്കാർ, അയ്യോ നന്മ കൊണ്ടങ്ങ് തുളുമ്പുക. ഒരു കുട്ടിയുടെ മരണം വേദനാജനകമാണ്. കുട്ടിയെ രക്ഷിക്കാൻ തന്നാൽ കഴിയും വിധം ശ്രമിച്ച ഈ സഹോദരനെ ഇവനാണോ ശ്രമിച്ചത്? 1000 മനസാക്ഷി നഷ്ടപ്പെടാതെ ഇത്തരം ഇവന്റെ മനസാക്ഷി മരത്തുപോയി, ഇവന്റെ തലയിൽ മതബോധം കയറിയിട്ട്. കരുണയുള്ള മനുഷ്യൻ കഷ്ടം. ആ മനുഷ്യൻ കരുണ പോലും പോലീസിനും ഹോസ്പിറ്റലിലുള്ളവർക്കും മെമ്പർക്കും ഇല്ലാതെ പോയി. യോ എന്തുവാ ഞാൻ പെണ്ണിനെ പറ്റി പറയണത് കൂട്ടി ഇവനെ പറ്റിയുള്ള ആ കമൻസ് സെക്ഷൻ മുഴുക്ക എന്തുവാ പറയുക. ഇവൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളത് ഒന്നും കൂടെ കേട്ടുവെക്ക്. അങ്ങനെ പറയാൻ തന്നെ പാടില്ല. അപ്പോൾ ആ നീറ്റിക്കുട്ടി പറഞ്ഞു നമ്മളൊരു പണി നമുക്ക് ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു നോക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മുസ്ലിം ആയല്ലോ ആളല്ലേ, കാരണം ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇസ്ലാമിനെ പറഞ്ഞപ്പോൾ നമ്മൾ മതപരമായിട്ട് പറഞ്ഞു കൊടുത്താൽ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ചോദിക്കുന്നു. അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ്. ഇവൻ ചത്ത് കിടന്ന വെള്ളം കൊടുക്കാൻ പോകുന്നത് മുസ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇവൻ വെള്ളം വാങ്ങിച്ചു കുടിക്കൂല. ഈ ചിന്താധാര കൊണ്ടാണ് ആ കൊച്ചിന് അങ്ങനെ സംഭവിച്ചത്. ഈ ഇസ്ലാമിലോ എവിടെയോ ജീവിച്ചിരിക്കട്ടെ എന്ന് അമ്മ ആഗ്രഹിക്കത്തില്ലേ, അതുകൊണ്ടായിരിക്കില്ല ആ ചോദ്യം ചോദിച്ചത്. 3 പേരുണ്ട്, അമ്മയും അനിയത്തിയും അവളും പെറ്റ പെണ്ണും.
3 പേരും കൂടെ എന്തായാലും ഈ കുഞ്ഞ് വേണ്ടാന്ന് തീരുമാനമായിരുന്നു. ഹോസ്പിറ്റലിൽ കളഞ്ഞിട്ട് വരാമായിരുന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, സൊല്യൂഷൻ അറിയത്തില്ല. അപ്പോഴും ഇവനോട് ഒരു അഭിപ്രായം ചോദിച്ചു. ആ തള്ളക്കറിയാം ഈ അമ്മൂമ്മ തള്ളയും അനിയത്തിയും കൂടെ അതിനെ കൊല്ലുക തന്നെ ചെയ്യും, ഒരു മാറ്റവും തർക്കമേ വേണ്ട എന്നുള്ളത്. ഒളിച്ച് രഹസ്യമായി ഉണ്ടാക്കിയതാണ്. ഇനി അതിനകത്ത് എന്തെങ്കിലും അവിഹിതത്തിലുണ്ടായോ എന്തോ ആകട്ടെ, ഒരു ജീവനല്ലേ, ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ ചോദിക്കുമ്പോൾ അവരെ നമ്പർ ചോദിക്കുന്നതിന് പകരം ആ കുട്ടീനെ കൊണ്ടുപോയി അനാഥാശ്രമത്തിൽ ഇടാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ആ അനിയത്തി കൊച്ചു ചോദിച്ചത്. നിങ്ങൾക്കൊരു ഈ മിഷണറിമാർ നോക്കും, ക്രിസ്ത്യൻസ് നോക്കും. അപ്പോൾ ഇവൻ പറഞ്ഞു കൊടുത്തത്, എന്നിട്ട് ഇവനാണ് മിടുക്കെന്ന് പറയുന്നത്. ഇതെന്താണെന്നറിയാമോ? ഈ മതബോധം തലയിൽ കയറി ഭ്രാന്തായി നടക്കുന്ന ഇതുപോലത്തെ കുറേ മുണിഞ്ഞാണ്ടികളാണ്. സത്യപ്പന്ന എനിക്ക് ആ അമ്മയോട് ഉള്ളതിനേക്കാൾ വൈരാഗ്യം ഇവനോടാണ് തോന്നിയത്. ആ അമ്മ നിസ്സഹായയാണ്, വേറെ വഴി ഉണ്ടാവത്തില്ല. പക്ഷെ കുഞ്ഞിനെ കൊല്ലുന്നത് ശരിയാണെന്ന് എൻ്റെ അഭിപ്രായമില്ല. പക്ഷേ അമ്മ അഭിപ്രായം ചോദിച്ച സമയത്ത് ആ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നല്ലോ. ഇവനോട് അഭിപ്രായം ചോദിച്ച സമയത്ത് ഇവന് അഭിപ്രായം പറയാമായിരുന്നു, അല്ലെങ്കിൽ നേരെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമായിരുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇവരിങ്ങനെ പറയുന്നുണ്ട് ഈ കുഞ്ഞ് മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. ആ വെരി ബിഗിനിങ്ങിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ആ കുട്ടി നഷ്ടപ്പെട്ടു പോകത്തില്ലായിരുന്നു. ഇതൊന്നും ചെയ്യാത്ത ഈ മാന്യനെ അയ്യോ എന്തുവാ പുകഴ്ത്തൽ, അങ്ങ് പുകഴ്ത്തി അങ്ങ് ആകാശത്ത് കൊണ്ട് വെക്കുവാണ്. ഇതിന് മുമ്പ് ഒരു സ്ത്രീ ഇതുപോലെ ഒരു കുട്ടീനെ ജോലിക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് കുട്ടീനെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. നമ്മൾക്കിടയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡിപ്രഷൻ്റെ മറ്റൊരു മേഖലയാണ്. ഈ പറഞ്ഞ രീതിയിൽ ഡിപ്രസ്ഡായ പെൺകുട്ടികളെ നമ്മൾ കെയർ ചെയ്യാതെ വിടുമ്പോഴാണ് അവരിതുപോലെ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്ത ഒരു പെൺകുട്ടി സ്വന്തം എക്സ്പീരിയൻസ് വിവരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം ആ സമയത്ത് ഒരു ബോധം ഉണ്ടാകത്തില്ല. നമുക്ക് ചില ആളുകൾ നമ്മൾ നോർമലായിട്ട് തോന്നുമെങ്കിലും ഒരു ഭ്രാന്തിൻ്റെ മറ്റൊരു വശം അവർക്കുള്ളിലുണ്ട്. അതാണ് ഡിപ്രഷൻ എന്ന പേരിലുള്ളത്. അത് വരുമ്പോൾ സ്വന്തം കുഞ്ഞിനെ അവരറിയാതെ ചെയ്തു പോകുന്നതാണ്. ഒരമ്മയും മനസ്സറിവോടുകൂടി ഒരു കാരണവശാലും ഇത് ചെയ്യത്തില്ല. ആ അമ്മ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ കുഞ്ഞു ശരീരം പുറത്തെടുക്കുന്ന സമയത്ത് ആ അമ്മ ഭയങ്കരമായി പൊട്ടിക്കരയുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് ഇനി മരിക്കുന്നിടം വരെ ഇത് ഒരു തീരാ ദുഃഖം തന്നെയാണ്. ഒരു കാരണവശാലും അവർക്ക് അവളോട് മാപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാ പറയുക എനിക്കറിയത്തില്ല. എനിക്കത് ഒരിക്കലും ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും എനിക്കൊരു ദിവസം സ്വസ്ഥത നഷ്ടപ്പെടും. അങ്ങനെയുള്ള അമ്മയാണ് ഞാൻ. അപ്പം എനിക്ക് ആ അമ്മയെ ഒരിക്കലും ഉൾക്കൊള്ളാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷേ ഇവൻ പറയുന്നത് കേട്ട് മീഡിയ ഓണിൽ വന്ന ഒരു റിപ്പോർട്ട് എടുത്ത് വെച്ച് ആളുകൾ അതിൻ്റെ അടിയിൽ പോയി അയ്യോ എന്തൊരു നല്ല ആ അമ്മയേക്കാൾ ക്രൂരനാണവൻ, ആ അമ്മയേക്കാൾ സാത്താനാണവൻ. ഒരു പക്ഷേ അവർക്ക് ചുറ്റും ഈ തിരൂരെന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ തൊട്ടിലുണ്ടെന്നും പറയുന്നുണ്ട്. ആരെ കമൻ്റ് ഇട്ടതാണ്, അങ്ങനെയാണ് പറയുന്നുണ്ട്. കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അമ്മത്തൊട്ടിലുണ്ടെന്നും പറയുന്നുണ്ട്. എന്നിട്ടും അവർക്കതിൻ്റെ അവയർനെസ് കൊടുക്കാതെ അവരെ ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് കൊണ്ടാക്കി കൊടുത്തത് ഈ ഭ്രാന്തനാണ്. ഇവൻ കൊണ്ടുവരുമ്പോൾ മനസ്സ് തുറന്നവരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സൊല്യൂഷൻ അറിയാതെ പതറി നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പം വീട്ടിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആൺകുഞ്ഞാണ് വന്നത്, അത് വളരെ ബ്ലെസ്ഡായിട്ട് എടുക്കേണ്ടതുമാണ്. പക്ഷേ അവർക്കത് കൂടെ നിർത്താം. ഇനി എന്താണെന്നറിയാം, ഈ ആൺകൊച്ചിനെ സുന്നത്ത് ചെയ്യണ്ടേ, നാട്ടുകാരെ അറിയിക്കണ്ടേ, എങ്ങനെയാലും ഈ നാട്ടുകാരെ അറിയുമ്പോൾ ഉണ്ടാവുന്ന അവഹേളനവും കുത്തലും ഒന്നും താങ്ങാൻ വയ്യാതെ അവർ ചെയ്ത ഇതാണ്. ഇത് ഈ ഭ്രാന്തം കാരണം പുറത്തറിഞ്ഞു എന്ന് മാത്രമല്ല അവരെ ആ കുട്ടികളുടെ ലൈഫ് ഉൾപ്പെടെ എല്ലാം സ്പോയിലാക്കാൻ സഹായിച്ചു എന്നതാണ് എനിക്ക് മനസ്സിലായത്. തെറ്റാണോ എന്ന് വെച്ചാൽ അല്ല, ഇൻഫർമേഷൻ കൊടുക്കണമായിരുന്നു. പക്ഷേ ഇതൊരു റോങ് ടൈമിൽ കൊടുത്തു എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിനെക്കാട്ടി എനിക്കിത് ലൈവിൽ വന്ന് നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ കേട്ടണം എന്നുള്ളത് കൊണ്ടാണ് ലൈവിൽ ഇപ്പോൾ ഒരു അസമയത്തൊരു ലൈവ് വന്ന് ഇത് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഇതാണ്. തീർച്ചയായിട്ടും ഇവർക്കിടയിൽ ഈ പറയുന്ന ഇസ്ലാമിയർക്കിടയിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്ലാസ്സുകൾ, അതായത് അവിടെയുള്ള ആശാപ്രവർത്തകരും ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിച്ചെല്ലുകയും സംവദിക്കുകയും കൃത്യമായി ഇവർക്ക് ബോധവൽക്കരണം കൊടുക്കുകയും വേണം. അതിൻ്റെ ഒരു വലിയ അനിവാര്യതയാണ് നിങ്ങളിപ്പോൾ ഈ വിഷയത്തിലൂടെ കണ്ടത്. ആ അമ്മയെ മാത്രം കുറ്റം പറയുന്നവരോട് എൻ്റെ ഒരു ചോദ്യമാണ്, ഈ 3 കുട്ടികളെ കൊടുത്ത അവൻ ചെലവിന് കൊടുക്കുന്നില്ല എന്നവർ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. അവർക്ക് ആഹാരം എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിരന്തരം ആ കുട്ടിയെ വീണ്ടും ഡെലിവറിയിലേക്ക് കൊണ്ട് തള്ളുന്ന ആ ഒരു വൃത്തികെട്ടവനെ പൊതുസമൂഹം എന്തുകൊണ്ട് തുറന്നു കാണിക്കുന്നില്ല? ആ പെൺകുട്ടിയെ കാണിക്കുന്ന ഉത്സാഹം ആ വൃത്തികെട്ടവൻ്റെ മുഖം പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് തോന്നുന്നില്ല. ഇവൻ സത്യം പറഞ്ഞ കൊലപാതകിയാണ്. കൊലയ്ക്ക് ഉത്തരവാദി ഇവനും കൂടെയാണ്. അവർ കൊണ്ടുപോയി ഒരു അനാഥാശ്രമത്തിൽ ഇട്ടുപോയനായിരുന്നു. അത് വിലക്കിയത് ഈ ഓട്ടോറിക്ഷക്കാരനാണ്. ഈ ഓട്ടോറിക്ഷക്കാരനെയാണ് സത്യത്തിൽ ഇവനെയും കൂടെ പിടിക്കുകയാണ് വേണ്ടത്. അതിന് ഉത്തരവാദി ഇവനും കൂടെയാണ്. എന്നിട്ട് ഞെളിഞ്ഞ് നിന്നിട്ട് പിന്നെ ഇതിന് ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. നീയും കൂടെയാണ്, നീ ഒരുത്തനാണ് ആ കുട്ടിയുടെ മരണത്തിന് കാരണം. സൊല്യൂഷൻ ഉണ്ടായിരുന്നു. പകച്ചു നിൽക്കുന്ന തീരെ വിവരമില്ലാത്ത ബോധമില്ലാത്ത ആ പെണ്ണുങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കുമായിരുന്നു. അത് ചെയ്യാതെ അവരെ കൊണ്ട് ആ ഒരു വൃത്തികേടിലേക്ക് കൊണ്ടെത്തിച്ചത് നീ എന്ന മൃഗമാണ്. എനിക്കതാ മനസ്സിലായത്. സോ ദാറ്റ്സ് മൈ പോയിന്റ്. വൈകുന്നേരം കാണാം. താങ്ക് യു.